കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിമർശിച്ച് KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ. മർദ്ദന ദൃശ്യം പുറത്തു വന്ന ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യയുണ്ടെന്ന് ശരിയായില്ല എന്നാണ് വിമർശനം. പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നിയമാനുസൃതമായി അതിനെക്കൊണ്ട് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് പോകും. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു? ഞാൻ ചെയ്യില്ല. മോശമായി പോയി. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ ദൃശ്യങ്ങൾ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക പാർട്ടിയുടെ നേതാവ് കൂടിയായ ഒരാൾക്കെതിരെയാണ് ഉണ്ടായത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആയുധമാക്കി മാറ്റുകയായിരുന്നു. അപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരിക്കുന്നു. അതൊരു പോസിറ്റീവ് നോട്ടോടുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അത് വലിയ രീതിയിൽ പ്രചരിച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ മുൻ KPCC അധ്യക്ഷൻ പറയുന്നത് അത് മോശമായി പോയി എന്നാണ്. സ്മിത, ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയുള്ള പ്രാദേശിക നേതാവിനെ നേരെ പോലീസ് നടത്തിയ മർദ്ദനം, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലും എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒരേ സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തുകയും ചെയ്തത്. എന്നാൽ ഈ കാര്യത്തിൽ ഈ വി ഡി സതീശൻ അതിന് തൊട്ടു പിന്നാലെ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഈ ഓണസദ്യ കഴിച്ചു. മുഖ്യമന്ത്രി ക്ഷണിച്ച പരിപാടിയിൽ പോയി ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. അതിനെ രണ്ട് തരത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ രണ്ട് തരത്തിൽ പോസിറ്റീവായി ഈ രാഷ്ട്രീയ ഭേദമന്യേ ഓണം പോലുള്ള ഒരു ആഘോഷത്തിൽ ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുന്നു എന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്രത്തോളം പാർട്ടി പ്രവർത്തകർക്കിടയിൽ വികാരമുണ്ടാക്കിയ ഒരു വിഷയം, അതിന് തൊട്ടു പിന്നാലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചു എന്ന തരത്തിൽ ഈ കോൺഗ്രസ് ഹാൻഡിലുകൾ തന്നെ ചില വിമർശനങ്ങൾ വി ഡി സതീശനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിൽ ഈ കെ സുധാകരനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള അത്തരം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. കെ സുധാകരനായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന തരത്തിലുള്ള പോസ്റ്റുകളും അങ്ങനെ രണ്ട് തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരൻ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. വി ഡി സതീശൻ ചെയ്തത് അത് മോശമായി പോയി. അത്തരമൊരു ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ അങ്ങനെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കാൻ പാടില്ലായിരുന്നു, താനായിരുന്നെങ്കിൽ താൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു എന്നതാണ് ഇന്ന് മുൻ KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുധാകരൻ പ്രതികരിച്ചത്. ഇതിനെ പാർട്ടി നിയമപരമായി നേരിടും. അതിക്രൂര മർദ്ദനമാണ്, മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വിമർശനം കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഉന്നയിച്ചെങ്കിൽ പോലും ഈ വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. വി ഡി സതീശൻ ചെയ്തത് മോശമായി പോയി എന്ന് തന്നെയാണ് കെ സുധാകരൻ ഇന്ന് വ്യക്തമാക്കിയത്. അരുൺ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അത് അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയിലേക്ക് അത് പോകുമോ? മറ്റ് നേതാക്കൾക്ക് ഈ വിഷയത്തിൽ എന്തായിരിക്കും അവരുടെ ഒരു നിലപാട്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കെ സുധാകരൻ ഇതുപോലെയുള്ള പല പരാമർശങ്ങളും മുൻപ് നടക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ വലിയ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്ക് എതിർപ്പൊന്നുമില്ല. കാരണം കുന്നംകുളത്തെ സംഭവം, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ശക്തമായ പ്രകടനം തന്നെ, പ്രതിരോധം എന്നുള്ള രീതിയിൽ, പ്രതിഷേധം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ വിഷയം അത് പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമായി മാറുമോ എന്നുള്ള ചോദ്യവുമുണ്ട്, അല്ലേ? സ്മിത, തീർച്ചയായും ഈ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ, അതായത് പോലീസിന്റെ കാടത്വത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇനിയിപ്പോൾ തുടർ നടപടികൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായില്ലെങ്കിൽ അത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് പോകും എന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രഖ്യാപിച്ച അത്തരം പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായത്. ഇത്തരം കെ സുധാകരൻ നടത്തിയൊരു പ്രതികരണത്തിന് സമാനമായ മറ്റേതെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ചില കോൺഗ്രസ് ഹാൻഡിലുകൾ തന്നെ, പ്രവർത്തകരുടെ ഹാൻഡിലുകൾ തന്നെ ഇത്തരം പോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്.
ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വി.ഡി. സതീശൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കൾ, സുധാകരനല്ലാതെ മറ്റേതെങ്കിലും നേതാക്കൾ ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടില്ല. വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ, മറ്റ് നേതാക്കളൊക്കെ ഇതിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് അത്തരം പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഈ സദ്യ കഴിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിമർശനം വി.ഡി. സതീശനെതിരെ മുൻ KPCC അധ്യക്ഷൻ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ നേരത്തെ തന്നെ നമുക്കറിയാം, കോൺഗ്രസിനകത്ത് ഈ KPCC അധ്യക്ഷ സ്ഥാനം മാറിയ ഘട്ടത്തിലൊക്കെ വി.ഡി. സതീശന് എതിരെ പരോക്ഷമായ വിമർശനം, ഇവർ രണ്ട് തട്ടിലെന്ന നിലക്കൊക്കെ അത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. അന്ന് കെ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം പ്രതികരണങ്ങളും ഉണ്ടായതാണ്. എന്തായാലും അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത്തരം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇത്ര വികാരമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ, ആ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിക്കൊപ്പം സദ്യ കഴിച്ചത്, പ്രതിപക്ഷ നേതാവ് സദ്യ കഴിച്ചു, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നു. അത് ശരിയായില്ല, അത് മോശമായി പോയി എന്ന് തന്നെയാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ തുടർ പ്രതികരണങ്ങൾ ഇതിൽ ഉണ്ടായേക്കാം. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് ഒന്നുകൂടി പോകാം. മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണത്തിലേക്ക് ഒന്നുകൂടി പോകാമെന്ന് തോന്നുന്നു. പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നിയമാനുസൃതമായി അതിനെ കൊണ്ട് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് പോകും. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു? ഞാൻ ചെയ്യില്ല. മോശമായി പോയി. അത് തന്നെയാണ്. ഇപ്പോൾ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി അതൊരു ആയുധമാക്കി തന്നെ അത് കൃത്യമായിട്ട് എത്തേണ്ടടുത്ത് എത്തിയതുമാണ്. ഒരു പക്ഷേ ജനങ്ങളെല്ലാം തന്നെ അതിൽ വലിയ രീതിയിലുള്ള അമർഷം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും, ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം ഉള്ളതെന്ന് ഓർക്കണം. അപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വളരെ സൗഹാർദ്ദമായി ചിരിച്ചിരിക്കുന്ന ആ ഫോട്ടോ വരുമ്പോൾ ഈ പ്രതിഷേധത്തിന്റെ അത് കുറച്ചൊന്ന് ദുർബലപ്പെടുത്തുന്നതായി മാറി എന്നുള്ള രീതിയിലാണ് പല കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും ആ ഒരു പരാമർശം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ മുൻ KPCC അധ്യക്ഷൻ അത് തുറന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ വിമർശനം തന്നെയായി മാറുന്നു. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അത് മറന്നീക്കി പുറത്തു വന്നിരുന്നതുമാണ്. എന്നാൽ അത് വീണ്ടും പുറത്തേക്ക് വരികയാണോ ഈ ഒരു വിഷയത്തിൽ? സ്മിത, ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് തുടർ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രതികരണമാണ് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ, അത്തരം ആരോപണങ്ങൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന് നേരെയുള്ള അത്തരം മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അത് സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ഒരു ആയുധമായി കോൺഗ്രസ് അതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം, KPCC നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ആ ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിൽ തുടർ നടപടികൾ ആവശ്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധമുണ്ടാവും. രാഷ്ട്രീയമായി അതിൽ സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ വലിയൊരു പ്രതിരോധം തീർക്കാൻ വലിയൊരു ആയുധമാക്കി അതിനെ കോൺഗ്രസ് മാറ്റിയിരുന്നു. അതിൽ നേതാക്കളൊക്കെ ഒരേ സമാനമായിട്ടുള്ള പ്രതികരണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും തരത്തിൽ അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഈ വി.ഡി. സതീശനെതിരായിട്ടുള്ള ഇത്തരം പോസ്റ്റുകൾ വന്നത്. അതിന് തൊട്ടു പിന്നാലെ, ദൃശ്യങ്ങൾ വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കൊപ്പം ഇങ്ങനെ സദ്യ കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ പോസ്റ്റുകൾ വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്റെ പ്രതികരണം കൂടി വരുന്നത്. മർദ്ദന ദൃശ്യം പുറത്തു വന്ന ദിവസം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം ഓണമുള്ളത് ശരിയായില്ല, അത് മോശമായി പോയി എന്നുള്ള പരാമർശമാണ് ഇപ്പോൾ കെ സുധാകരൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ, മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിലെന്താണ് അഭിപ്രായം, ഇതെല്ലാം വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.